നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണണം? കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കുകയും രംഗത്തിറക്കുകയും പ്രവർത്തനങ്ങൾ പരസ്യമായിട്ടല്ലെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ചില പാർട്ടികൾക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയില്ല എന്ന് പറയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട കാലം വന്നാൽ മാത്രമേ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ എല്ലാം മുൻകൂട്ടി കാണുന്ന ഒരു രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് BJP അത്തരത്തിലുള്ള ഒരു അജണ്ടയാണ് ഇലക്ഷൻ കാലത്ത്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളായിരുന്നാലും നിയമസഭകളുടെ തെരഞ്ഞെടുപ്പായിരുന്നാലും BJP ഒരു പ്രത്യേക അജണ്ട നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ കാര്യത്തിൽ. ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ മറ്റു പാർട്ടികൾ ചിലപ്പോൾ പിന്തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട CPI എന്ന സംഘടനയ്ക്ക് പാർട്ടിക്ക് ഇതുവരെയും അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കേന്ദ്ര കമ്മിറ്റികൾ കൂടുന്നുണ്ട്, കേന്ദ്ര കമ്മിറ്റിയെ കൂടി ചർച്ചകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരെത്തും പിടിയും ഇല്ലാതാണ് ഇരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ട, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കേണ്ട, എനിക്കൊന്നിനും വയ്യ, ദയവായി ഞാൻ രാഷ്ട്രീയ പാർട്ടി നേതാവായിട്ടും പ്രവർത്തകനായിട്ടും ഇരുന്നു കൊള്ളാം, എന്നെ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴക്കരുതേ എന്ന് തലേ കൈ വിളിക്കുന്ന, കെഞ്ചി പറയുന്ന, അപേക്ഷിക്കുന്ന ഒരു നേതാവുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിന് പിറകെ നടക്കുകയാണ് ഇപ്പോൾ CPI നേതൃത്വം തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കാൻ. തിരുവനന്തപുരം ജില്ലയിലല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ CPIക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായിരിക്കുന്നു. ആര് മത്സരിക്കും, ആര് തിരഞ്ഞെടുക്കും, ആരെ സ്ഥാനാർത്ഥിയാക്കും, ഒരു നിശ്ചയമില്ല. എന്നാൽ കോൺഗ്രസും BJPയും ഏകദേശം ചില തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. അവർ സ്ഥാനാർത്ഥികളെ ഏകദേശം നിശ്ചയിച്ച പോലെയാണ്. എന്തായാലും ശശി തരൂർ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനി ശശി തരൂർ രാഷ്ട്രീയമാണ്, നമ്മൾ എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ പറ്റില്ല. ശശി തരൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ അതോ മറ്റേതെങ്കിലും മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാനിപ്പോൾ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും CPIയെ സംബന്ധിച്ചിടത്തോളം ഈ പഴകി ദ്രവിച്ച അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് പരാജയപ്പെട്ട തന്ത്രങ്ങൾ തന്നെയാണ്, അതേ ഫോർമുല തന്നെയാണ് വീണ്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ദിവാകരനെയാണ് അവർ പരീക്ഷിച്ചത്. ദിവാകരൻ അപ്പോൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തിനെ ആ MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പരീക്ഷിച്ചു. പക്ഷേ 3ാം സ്ഥാനത്തെത്തി. ഇപ്പോഴും പന്ന്യൻ രവീന്ദ്രന്റെ പുറകെ നടക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ ദയവായി എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നെ അവരുടെ കയ്യിലുള്ളത് ആകപ്പാടെ ഉള്ളത് ഒരേ ഒരു ആള്, അതിപ്പോഴത്തെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ദിവാകരൻ MLA ആയിരുന്നതുപോലെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ആ MLAയെ പരീക്ഷിക്കാനാണ്, ആ MLA സീറ്റ് നിർത്തിക്കൊണ്ടും മന്ത്രിസ്ഥാനം നിർത്തിക്കൊണ്ടും പരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ആ പരീക്ഷണത്തിലും 3ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മന്ത്രി കസേരയിൽ പിന്നെ ഞെളിഞ്ഞിരിക്കാനോ അഭിമാനത്തോടെ ഇരിക്കാനോ അല്ലെങ്കിൽ അല്പമെങ്കിലും ആത്മാഭിമാനത്തോടെ ഇരിക്കാനോ ഈ മന്ത്രിക്ക് കഴിയുമോ എന്ന ചോദ്യവും ഉയരും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചില പഴകി ദ്രവിച്ച അല്ലെങ്കിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഫോർമുലകൾ മാത്രമാണ് CPIയുടെ മുന്നിൽ ലോക്സഭാ മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഒരു നല്ല നേതാവിനെ വളർന്നു വരാൻ ഇവർ സമ്മതിച്ചില്ല. മുമ്പ് പല പരീക്ഷണങ്ങൾ ഈ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. ബെനറ്റ് എബ്രഹാമിനെ കൊണ്ടുവന്നതും അതിനു മുമ്പ് തന്നെ രാജമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതും അതുപോലെ ONVയെ പരീക്ഷിച്ചതും ഒക്കെ നമുക്കറിയാം. ഈ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു എന്നാണ്. ബെനറ്റ് എബ്രഹാമിനെ ഉപയോഗിച്ചത് പരാജയം എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വലിയ അപകടമാണ് ഉണ്ടാക്കിയത്. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിമാർ, 2 ജില്ലാ സെക്രട്ടറിമാരാണ് അതോടുകൂടി പാർട്ടിയിൽ നിന്നും പുറത്തു പോയത്. വേണ്ട, ഞങ്ങൾക്കിനി ഈ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയത്. അതും ഓർമ്മിക്കണം. പാർട്ടിക്ക് വലിയ ക്ഷതമാണ്. പക്ഷെ അന്ന് കളഞ്ഞിട്ട് പോയപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചതും സന്തോഷിച്ചതും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന അന്ന് ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിനെ തന്നെ മാത്രം ഉയർത്തി കാണിക്കാനാണ് ശ്രമിച്ചത്. കൂടുതൽ ആൾക്കാരെ ആരെയും കൊണ്ടുവരാനോ കൂടെ കുറെ സിൽമന്തികളെ നിർത്താൻ മാത്രമാണ്. പക്ഷേ ഉയർന്നു വരാൻ ആരെയും ശ്രമിച്ചില്ല. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ തന്നെ അങ്ങനെയെങ്കിലും ഏതെങ്കിലും നേതാവ് ഉയർന്നു വന്നാൽ അവരെ പോലും അടിച്ചമർത്താനും ചവിട്ടി മെതിക്കാനുമാണ് ഈ നേതാവ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് വീണ്ടും തിരുവനന്തപുരം നെടുമങ്ങാട്ട് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരീക്ഷിക്കാൻ ഈ പാർട്ടി ശ്രമിക്കുന്നത്. വൻ പരാജയം
പരാജയമായിരിക്കും. പ്രത്യേകിച്ച് സി ദിവാരൻ നേടിയ വോട്ട് പോലും നേടാതെ വമ്പിച്ച പരാജയമായിരിക്കും CPIക്ക് ഈ തിരുവനന്തപുരത്ത് നേരിടേണ്ടി വരിക എന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ഉണ്ടാകും എന്നത്, ഈ പരീക്ഷണമാണ് നടത്താൻ പോകുന്നതെങ്കിൽ ഉണ്ടാകുമെന്നത് നിശ്ചയം.